ചച്ചുമോൻ്റെ ബർത്ത്ഡേക്ക് മോന് മാത്രമല്ല കുഞ്ഞിപ്പെണ്ണിനും എന്തെങ്കിലുമൊക്കെ ഗിഫ്റ്റ് കിട്ടാറുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം അത് ഷൂ ആയിരുന്നു കേട്ടോ. അങ്ങനെ ആശാത്ത് ഈ ഷൂ ഒക്കെ ഇട്ട് ഞാൻ നോക്കുമ്പോൾ നമ്മുടെ മാലാഖയുടെ സ്റ്റിക്ക് ഒടിച്ച് വെച്ചിരിക്കണം. അടുത്ത വർഷത്തേക്ക് ഇനി പുതിയത് വാങ്ങേണ്ടി വരും കേട്ടോ. അങ്ങനെ കുഞ്ഞിപ്പെണ്ണിനും ചച്ചുമോനെയൊക്കെ തലയിൽ വെളിച്ചെണ്ണയിപ്പിച്ച് കുളിപ്പിക്കാനായിട്ട് ഞാൻ റെഡിയാക്കി. പിള്ളേർ മാത്രം കുളിച്ചാൽ മതി, എനിക്കും കുളിക്കണ്ടേ? ഞാനും തലയിൽ വെളിച്ചെണ്ണ വെച്ചു. പിന്നെ നമുക്ക് കുളിക്കാനുള്ള വെള്ളമൊക്കെ വെച്ചു. അതിൻ്റെ ഇടയിൽ ചെറിയൊരു ഗ്യാപ്പ് കിട്ടി. ഇപ്പോൾ നമ്മുടെ തുണികളൊക്കെ നിങ്ങൾ മടക്കി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇവിടെ പിള്ളേരെയും കുളിപ്പിച്ചു. ഇപ്പോൾ ചച്ചുമോൻ്റെ ഒരു പ്രസംഗം, അതായത് ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുളി കഴിഞ്ഞപ്പോൾ തന്നെ പഠിക്കണം എന്നുള്ളത്. ഭാഷ എന്നെ പഠിപ്പിക്കുമായിരുന്നു, അമ്മ കുളി കഴിഞ്ഞപ്പോൾ തന്നെ പഠിക്കാൻ പാടില്ല, കുറച്ച് നേരം കളിച്ച് TV കണ്ടിട്ട് പഠിക്കാൻ പാടുള്ളൂ എന്നുള്ളത്. അങ്ങനെ അവൻ്റെ പ്രസംഗം കഴിഞ്ഞു. എൻ്റെ കുളിയും കഴിഞ്ഞ് ഞാൻ വന്നപ്പോൾ നമ്മുടെ ബെഡൊക്കെ നീറ്റായിട്ടിരിക്കണം. അതൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടോ. കാരണം ഞാൻ കുളിക്കാൻ വേണ്ടി പോകുമ്പോൾ നിറച്ച് ടോയ്സ് ആയിരുന്നു. ചുമ്മാ അതൊക്കെ പറക്കി വെച്ചു. അപ്പോൾ ഞാൻ അവനൊരു ഉമ്മയൊക്കെ കൊടുത്ത് നമ്മളൊന്ന് പഠിച്ചു. പിന്നെ കുറച്ച് നേരം TV ഒക്കെ വെച്ച് കൊടുത്തിട്ടോ. TV കണ്ട് ആശാൻ ഉറങ്ങിപ്പോയി. അങ്ങനെ ആളിനെ കെടുത്തി കഴിഞ്ഞ് ഞാൻ വന്ന് നോക്കുമ്പോഴത്തേക്കും നമ്മുടെ കുഞ്ഞി പെണ്ണ് ചേട്ട പറക്കി വെച്ച സാധനങ്ങളൊക്കെ അവൾ പരത്തിയിട്ടു. അങ്ങനെ അവളെ കൊണ്ട് തന്നെ ഒക്കെ ഞാൻ വീണ്ടും ബാസ്ക്കറ്റിലേക്ക് ആക്കിട്ടോ. കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇച്ചായം വന്നപ്പോൾ സ്ട്രോബെറി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ കണ്ട് പിന്നെ കുഞ്ഞിപ്പെണ്ണ് നമ്മുടെ ഷൂ ഒക്കെ അപ്പം എന്നെ കാണിച്ചു കൊടുത്തു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ, സീ യു.